അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വടശ്ശേരി അസ്സം മുസ്ലിയാർ പറഞ്ഞൊരു പ്രസംഗത്തിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കിട്ടിയപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പ് അറിയാം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പാണ്. അതിങ്ങനെ കേട്ട് നോക്കുമ്പോൾ സത്യമാണ് അന്ന് കേട്ട് നോക്കുമ്പോൾ വല്ലാത്തൊരു സംഗതി. കാരണം വെറും തെറി പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു കാന്തപുരം ഉസ്താദിന്. വെറും തെറി പറയുക, അതുപോലെ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുന്നത് ഒരു മുത്തല്ലിമാണെങ്കിൽ ആ മുത്തല്ലിമിനോട് ആരെങ്കിലും ചോദിക്കുകയാണ് എവിടേക്കാടാ പോണത്, എവിടെ പഠിക്കണത്, നിങ്ങളെവിടെ പഠിക്കണത്, ഞാൻ മർക്കസിലാണ് എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ ആ കുട്ടിക്കൊരു കുത്തു കൊടുക്കും, അല്ലെങ്കിൽ ഒരു അടി കൊടുക്കും, ഇത് കാന്തപുരത്തിന് കൊടുത്തോണ്ടി എന്ന് പറഞ്ഞിട്ട്. കാരണം അത്ര ദേഷ്യം, അത് കാന്തപുരത്തിനെ കിട്ടാത്ത ദേഷ്യം കാന്തപുരത്തിൻ്റെ കോളേജ് പഠിക്കുന്ന കുട്ടീനെ കുത്തി തീർത്തിയിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നാണ് കാന്തപുരം ഉസ്താദ് ഇത്രയും 6 ആളിൽ നിന്ന് 60 ആൾ, 6000 ആൾ, 6 ലക്ഷം ആൾ, അതിൻ്റെ 60 ലക്ഷം ജനങ്ങൾ മുകളിൽ കാന്തപുരം ഉസ്താദിൻ്റെ പിന്നിൽ അണിനിരന്നത്. അവിടെയാണ് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത്. ആദ്യം വടശ്ശേരി അസ്സം മുസ്ലിയാരാ പറയണമെന്ന് കേൾക്കാം. നമുക്ക് വെല്ലുവിളിക്കാനും തെറി പറയാനൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതൊന്നും അധികം നീളം നിൽക്കൂല. വല്ല തെറിപ്പൂരകന്മാരൊക്കെ കണ്ടിട്ടാണ് കാന്തപുരം ഇവിടെ എത്തിയിട്ടുള്ളത്. കേട്ടില്ലേ? വെല്ലുവിളിക്കാനും തെറി പറയാനുമാണ് ഇതൊക്കെ ഇങ്ങനെ പോണത് എങ്കിൽ അതൊന്നും തോനക്കാലം നീളം നിൽക്കൂല. കാരണം വലിയ വലിയ തെറിപ്പൂരന്മാരെയും വെല്ലുവിളിയന്മാരെയും ഒക്കെ കണ്ടിട്ടാണ് കാന്തപുരം ഇവിടെ എത്തിയത്. അഥവാ തീയിൽ മുളച്ചതാണ് കാന്തപുരം, അത് വെയിലത്തിട്ട് വാട്ടാൻ നോക്കണ്ട. കാന്തപുരം എന്നുള്ളത് തീയിൽ മുളച്ചതാണ്, അതിനെ വെയിലത്തിട്ട് വാട്ടാൻ നോക്കണ്ട, വാടൂല. മനസ്സിലായോ? അതാണ് കാന്തപുരം ഉസ്താദ്. ഏതായാലും ഇനി കുഞ്ഞേമത് വേറൊരു രസം പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം നമുക്ക്. എങ്ങനെ സൈബർ ഗുണ്ടകളെ ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് കാട്ടിക്കൂട്ടലൊക്കെ നിങ്ങൾ നാടകം മാതിരി. നിങ്ങളെ തൊണ്ടയില് ഉണ്ടായാണോ തൊള്ള തറക്കിങ്ങള്? ഇപ്പൊ ഈ സൈബർ പോരാളികളൊക്കെ വിളിക്കണ എന്താ നിങ്ങൾ? ഇവിടെ ഇവനിപ്പോൾ പ്രസംഗിക്കാൻ മാറ്റർ കുറയാണ് ഇനി. കാരണം സൈബർ പോരാളികൾ നിന്ന് കഴിഞ്ഞാൽ ഇവന് പ്രസംഗിക്കാനൊന്നുമില്ല. കാരണം അവരിങ്ങനെ വാട്സപ്പിൽ പറയുന്നതിനേക്കാണ് ഇവർ സ്റ്റേജ് കെട്ടിയിട്ട് മറുപടി പറയുന്നത്. സ്റ്റേജ് കവലകളായ കവലകളിലൂടെ സാധാരണ ഈ പൂരത്തിങ്ങ വളക്കച്ചവടക്കാർ വരുന്ന മാതിരി, അതല്ലെങ്കിൽ മലപ്പുറത്തുണ്ടൊരു മലപ്പുറം മുട്ടായി, അതുണ്ടാക്കാൻ വേണ്ടി കൊണ്ട് വരുന്നത് പോലെ ചട്ടിയും പാത്രവും കുടുക്കിയും കലവും ഒക്കെ പാടെന്ത് ചെയ്യും, വണ്ടി കയറ്റും, പൊടിയൊക്കെ പാടെ വന്നിട്ട് പിന്നെ അടുപ്പൊക്കെ ഉണ്ടാക്കി കലക്കിയിട്ട് ചുട്ടുകാണ്ട് അങ്ങനെ തന്നെ വണ്ടി കയറ്റിക്കാണ്ട് പോരുന്നൊരു സ്വഭാവം എന്നതുപോലെയാണ് പല പരിപാടി. കവലകളിലേക്ക് എന്ത് ചെയ്യാണ്, പിന്നെ വണ്ടിയും വിളിച്ച് ലോറിയും വിളിച്ചാൽ ലോറിയിലേക്കുള്ള പന്തലും ചട്ടിയും പാത്രവും കൈക്കോട്ടും കുടുക്കിയും, അതുപോലെ നമ്മളെ മൂത്ര പൈസലിനെ പോലത്തെ കുറച്ച് ആൾക്കാർ ചെന്നിട്ട് കുയ്യും കുത്തിയാണ്ട് സ്റ്റേജും കെട്ടി ബലി ചെന്നിട്ട് 4 വർത്താനം പറഞ്ഞാണ്ട് പോരുന്നൊരു സ്വഭാവമാണ് എല്ലായിടത്തും ഉള്ളത്. അതൊക്കെ പറയുന്നത് ഏതിനേക്കാണ് മറുപടി അറിയോ? നമ്മൾ ഈ വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും പറയുന്നതിനേക്കാണ് ഈ സ്റ്റേജ് കെട്ടിയിട്ട് പറയുന്ന മറുപടികളൊക്കെ. അതല്ലാതെ നമ്മളുടെ പണ്ഡിതന്മാരപ്പുറത്ത് പറഞ്ഞതല്ല. കാരണം നമ്മളെ പണ്ഡിതന്മാരപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യേ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പണ്ഡിതന്മാർ കുരുവട്ടൂരികളെ സംബന്ധിച്ച് 2013 അണികൾക്ക് പറഞ്ഞു കൊടുത്തു. അത് അണികൾ വിശ്വസിച്ചു. വിശ്വസിക്കാത്ത അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ബൈനായിട്ട് നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ യൂട്യൂബിലൂടെ പ്രവർത്തകർ പറയുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത ആളുകൾ എന്ത് ചെയ്തു, വിശ്വസിച്ചു. അവർ പിന്നെ കാര്യം ബോധ്യപ്പെട്ട് അവർ വീണ്ടും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നു. അല്ലാത്ത കുറച്ച് ആൾക്കാരയിൽ പോയി. ഏതുപോലെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നല്ലോനായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് അവിടെ ധിക്കാരം കാണിച്ചു, അഹങ്കാരിയായപ്പോൾ ഇബ്ലീസിനെ അവിടുന്ന് ആട്ടി ഓടിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞൊരു വർത്താനുണ്ട്, ഇതെന്നെ എത്ര ആട്ടിയിട്ടും കാര്യമില്ല, എൻ്റെ ആൾക്കാരൊക്കെ ഞാൻ പേപ്പിക്കുന്നു പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, എൻ്റെ നല്ല ആൾക്കാരെ എനിക്ക് കിട്ടൂല.
എൻ്റെ നല്ല ആൾക്കാരെ എനിക്ക് കിട്ടൂല, അല്ലാത്തവരൊക്കെ പറ്റി പേപ്പിച്ചോ. ആ ഒരു രൂപത്തിലാണ് ആര് പോകുന്നതെന്ന് കുരുവട്ടൂരികൾ പോകുന്നത്. കാരണം ഇബിലീസിനെയാണ് ഇവർ നന്നാക്കാൻ നോക്കുന്നത്. ഇബിലീസ് ഇപ്പോൾ സ്വർഗത്ത് കിടക്കണം, ഇബിലീസ് നരകത്ത് കിടക്കണമെങ്കിൽ ഇവർക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. കൂട്ടരെ ഇബിലീസിനെ എങ്ങനെ സ്വർഗത്തേക്ക് കടത്തുക, ഇബിലീസിനെ എങ്ങനെ തൗബ ഉണ്ടാകുക, ഇബിലീസ് എങ്ങനെ നന്നാകുക? നാടന്മാരായ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആനിലാണ് ഇബിലീസ് പേച്ചോനാണ് എന്ന് വന്നിട്ടുള്ളത് അല്ലേ? വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ലം ലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാ ഇബിലീസിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹിൻ്റെ റസൂലിനിക്ക് ഇറങ്ങിയതാണ്. അള്ളാഹിൻ്റെ റസൂലിനിക്ക് വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു കൊടുത്തു ഇബിലീസിനെ സംബന്ധിച്ച്. ആ വിശുദ്ധ ഖുർആനിൽ ഉള്ളതെന്താണ്? ഇബിലീസ് പേച്ചവനാണ്, കാലാകാലം ഓനെന്താണ്, ഓനെ പിൻപറ്റുന്ന ആൾക്കാർ മുഴുവനും പേച്ച ആൾക്കാരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നു. എന്നിട്ട് ഇവരിപ്പോൾ നടന്നുകൊണ്ട് പറയുന്നത് ഇബിലീസിന് തോപ ചെയ്തൂടെ, ഇബിലീസിന് എന്താ നന്നായിക്കൂടെ, ഇബിലീസ് നന്നാകുന്നതിന് എന്താ കുഴപ്പം? ഇതൊരു മുഹാലായ സംഗതിയല്ലേ ഇബിലീസ് നന്നാകുക എന്നുള്ളത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണല്ലോ. ലം ലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക എന്നുള്ളതും ഇന്നഹു ലക്കും അദുവ്വും മുബീൻ എന്നുള്ളതൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണല്ലോ. ഈ വിശുദ്ധ ഖുർആൻ ആർക്ക് ഇറങ്ങിയതാണ്? അള്ളാഹിൻ്റെ റസൂലിനേക്ക് ഇറങ്ങിയതാണ്. അള്ളാഹിൻ്റെ റസൂലാണ് വിശുദ്ധ ഖുർആനിലൂടെ ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിൽ മാറ്റത്തിരുത്തൽ വരുത്താൻ പറ്റുമോ? ഇന്ത്യൻ്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ബൈബിളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, ഇന്ത്യൻ്റെ ഭരണഘടനയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്, ബൈബിളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഭരണഘടന വിശുദ്ധ ഖുർആനാ. ആ വിശുദ്ധ ഖുർആൻ ഈ കാലം വരെ ഒരു മാറ്റത്തിരുത്തലുകളും വരുത്തിയിട്ടില്ല. ആ വിശുദ്ധ ഖുർആനിനെ നമുക്ക് മാറ്റത്തിരുത്താൻ പറ്റുമോ? ഇബിലീസിനെ നന്നാക്കണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധ ഖുർആൻ മാറ്റത്തിരുത്തൽ വരുത്തണം. ഈ വിശുദ്ധ ഖുർആൻ മാറ്റത്തിരുത്തൽ വരുത്തണമെങ്കിൽ അള്ളാന്റെ റസൂലിലേക്ക് ഇറങ്ങിയതാണ്. അപ്പം ഇനി ഒരു റസൂല് വരേണ്ടി വരും അല്ലേ? ഒരു റസൂലിനേക്കാണല്ലോ ഈ ആയത്തിറങ്ങിയത് അന്ത്യപ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലേ? ആ അന്ത്യപ്രവാചകനേക്ക് ഇറങ്ങിയ ആ വിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകൾ, ആ ആയത്ത് ഇറങ്ങൽ കൊണ്ട് തന്നെ ഇനി ആ ആയത്ത് ഒരിക്കലും ഇറങ്ങുകയില്ല. അതുപോലെ തന്നെ ഒരു പ്രവാചകനും ഇനി വരികയില്ല. അവസാനത്തെ പ്രവാചകൻ, അന്ത്യപ്രവാചകനായിട്ട് അറിയപ്പെട്ടു വന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകന് വന്നിട്ടില്ല. അതോടെ വിശുദ്ധ ഖുർആൻ ഇറങ്ങലും നിന്നു. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പൂർത്തിയായി കഴിഞ്ഞു. ഇനി എങ്ങനെ ഇബിലീസ് നന്നാകുക? ഇനി എങ്ങനെ നന്നാകുക? അങ്ങനെ നന്നായാൽ അത് വിശുദ്ധ ഖുർആനിനെതിരാവൂലേ? വിശുദ്ധ ഖുർആനിനെതിരാവൂലേ? അപ്പം ആയതുകൊണ്ട് ഇബിലീസിനെ നന്നാക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഇപ്പോൾ കുരുവട്ടൂരികൾ നടക്കുന്നത്. ഓന് തോബണ്ട്, ഇബിലീസിന് തോബണ്ട്, ഓനപ്പം അങ്ങനെ വിട്ടാൽ പറ്റൂല. ഇബിലീസിന് എന്താ തോബ ചെയ്തൂടെ? ഇബിലീസ് വലിയ ആലിമാണ്, വലിയ മുറബിയാണ്, ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കുരുവട്ടൂരികൾ ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ആ വിഷയം പറഞ്ഞു കൊണ്ടുവന്നത്, വിഷയം പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. വിഷയം പറഞ്ഞു കൊണ്ടുവന്നത് ഇപ്പം ഇവർ ഉണ്ടയാണോ തൊണ്ടയാണോ എന്താ ഉണ്ടാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മളെ പണ്ഡിതന്മാർ കാര്യക്കുട്ടി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യണില്ല? ആ വിഭാഗം പഴച്ചവരാണ് എന്നുള്ള വിശ്വാസത്തിലാണ്. എൻ്റെ ഉസ്താദിനോട് ഞങ്ങൾ ദർസിലാകുന്ന കാലഘട്ടത്തിൽ ചോദിച്ചു, നൂരിഷ്യ ത്വരീഖത്തിനെ സംബന്ധിച്ച് ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഞാനതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ല, അപ്പം എന്താണതിന് കുഴപ്പം? അപ്പോൾ ഉസ്താദ് തന്നെ പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താ മറുപടി അറിയാം? ഉസ്താദ് പറഞ്ഞ മറുപടി അത് വലിയൊരു പോയിൻ്റുള്ള മറുപടിയാണ്. അതാണ് ഇത്തിബാഅ്. ഉസ്താദ് പറഞ്ഞത്, എൻ്റെ ഉസ്താദ് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദും അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഉസ്താദിൻ്റെ പരമ്പര അത് ശരിയല്ല എന്ന് പറയലോടുകൂടെ എനിക്ക് ഇനി അത് പഠിക്കേണ്ടതില്ല
ഇനി എനിക്കതിൻ്റെ തെറ്റും ശരിയും എന്താണ് എന്ന് എനിക്ക് നോക്കേണ്ടതില്ല. ഞാൻ എൻ്റെ മക്കളായ നിങ്ങളോടും പറയുന്നു, അത് ശരിയല്ല. നിങ്ങളത് പഠിക്കാനോ പോകണ്ട, നിങ്ങളതുമായി ബന്ധപ്പെടാൻ പോകണ്ട, നിങ്ങൾ ഈ പോകുന്ന ഈ റൂട്ടിലൂടെ സഞ്ചരിക്കണം എന്ന് ഞങ്ങൾ ഉസ്താദ് പറഞ്ഞു. അതിലും ചില ആളുകൾ എന്താണതിന് കുഴപ്പം എന്നുള്ള നിലയ്ക്ക് തെറിച്ചു പോയ ആളുകൾ ഉണ്ടായിരുന്നു. അവരങ്ങനെ തെറിച്ചു പോയപ്പോൾ ഉസ്താദുമായി കൊണ്ട് യാതൊരു ബന്ധമില്ലാതാവും. അത്രേ ഉള്ളൂ. അതാണ് ഉസ്താദിയത്ത്, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതല്ലാതെ വേറെ രൂപത്തിലല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇവർ ഈ ത്വരീക്കത്തിൻ്റെ പേരും പറഞ്ഞ് ഷെയ്ഖിൻ്റെ പേരും പറഞ്ഞ് എന്തൊക്കെയാണ് ഇവരിവിടെ പറയുന്നത് അറിയോ? ഇവർക്ക് പ്രസംഗിക്കാൻ ഒരു ചാൻസ് വേണം, ഒരു സൗകര്യം വേണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ പറയണം, എന്നിട്ട് ഇവർ പറയണം. എന്നിട്ട് ഇവരിങ്ങനെ വെല്ലുവിളിക്കുക, റോഡ് സൈഡ് കുത്തിരുന്നിട്ട് വെല്ലുവിളിക്കുക. അപ്പം നമ്മളെ പണ്ഡിതന്മാരെന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഇറങ്ങിച്ചെന്നുകാണ്ട് കണകുണ വർത്താനം പറയാം. കണകുണ വർത്താനം പറയാം. ആ വർത്താനം പറയുമ്പോൾ പിന്നെ നമ്മളെ പണ്ഡിതന്മാർ പിന്നെ അതിന് പോകില്ലല്ലോ. അപ്പോൾ പിന്നെ വേറുള്ളവരടിയിൽ അതൊരു തെറ്റിദ്ധാരണ വരുത്തി തീർക്കണ കോലത്തിലാക്കുക. അതിന് വേണ്ടിക്കൊണ്ട് കച്ചകെട്ടി ഇറങ്ങിയവരാണ് കുരുവട്ടൂരികൾ. ആരും അതിൽ വഞ്ചിതരാവരുത്. അത് കള്ളന്മാരാണ് എന്ന് നമ്മളെ പണ്ഡിതന്മാർ കാലേ കൂട്ടി സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് AK എന്നൊന്നുമില്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ AP വിഭാഗത്തിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നത് എന്താ നിങ്ങൾക്കറിയോ? ഇവർക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റേജ് കെട്ടണമെങ്കിൽ, ഇവർക്ക് എവിടെയെങ്കിലും പോയിട്ടൊന്ന് നിൽക്കണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു തണലുമാണല്ലോ. ആ തണലിന് വേണ്ടിക്കൊണ്ടാണ് ഇപ്പം ഇവർ കളിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ശംസുൽ ഉലമൻ്റെ ആൾക്കാരാണ്. ഞങ്ങൾ ശംസുൽ ഉലമൻ്റെ ആളാണ്, ശംസുൽ ഉലമൻ്റെ ആൾക്കാരാണെന്ന് പറയുന്നത്. അങ്ങനെ ശംസുൽ ഉലമൻ്റെ ആൾക്കാരാണെങ്കിൽ ഞാൻ ഇവരോട് ചോദിക്കട്ടെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ ഉമ്മാനെ സ്നേഹിക്കാതെ ഉമ്മാനെ സ്നേഹിക്കുക, അതെങ്ങനെ പരിപാടി? അല്ല, ഉമ്മാനെ സ്നേഹിക്കാതെ ഉമ്മാനൊപ്പം നടക്കുക എന്നതുപോലല്ലേ ഇവർ കാട്ടിക്കൊണ്ട് നടക്കുന്നത്. ഇമ്മാനെ നമ്മളാണ് വെറുപ്പിച്ച, സ്വന്തം പ്രസവിച്ച 10 കഴിഞ്ഞ് പ്രസവിച്ച ഉമ്മ, ആ ഉമ്മാനെ നമ്മൾ എന്ത് ചെയ്യുക? ആണ് വെറുപ്പിക്കുക. എന്നിട്ട് ഉമ്മാനെ വെറുപ്പിച്ചിട്ട് 10 പ്രസവം നടന്നു, നോക്കി വളർത്തി, പാലൂട്ടി, എല്ലാം കഴിഞ്ഞ് ഒക്കെ ഒന്നിനാത്തരം പോന്ന് ഒന്ന് സ്വയമായി കൊണ്ട് നിൽക്കാനും നടക്കാനൊക്കെ ആയപ്പോൾ ഇമ്മാനെ വെറുപ്പിച്ചിട്ട് എന്നിട്ട് ഉമ്മാനെ നടക്കുക. അതൊക്കെ എന്ത് പരിപാടിയാണ്? അല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കി. അവിടെ ഇമ്മാൻ്റെ അമ്മ എതിരല്ല, ഉമ്മാൻ്റെ അമ്മ മോശക്കാരിയല്ല. ഏതുപോലെ ഇപ്പം ഇവർ കാട്ടുന്നത് എന്താ? ഈ നൂഷാദാവട്ടെ, കുഞ്ഞേമതാവട്ടെ, ഇവരൊക്കെ പഠിച്ചതെവിടെ? കാന്തപുരം മുസ്താദിൻ്റെ കയ്യിൽ നിന്ന്, കാന്തപുരം മുസ്താദുമായി ബന്ധപ്പെട്ടെടുത്തുനിന്ന്, അല്ലേ, സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്തുനിന്ന്, ഇതുപോലെ തന്നെ AP ഉസ്താദിൻ്റെ അടുത്തുനിന്ന്, അതുപോലെ തന്നെ ആ AP ഉസ്താദുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയിട്ട് എന്നിട്ട് ഇവർ പറയാ ഞങ്ങൾ ശംസുൽ ഉലമൻ്റെ ആൾക്കാരാണ്. പറഞ്ഞുകൊണ്ട് നടക്കണതാ, ഞങ്ങൾ ശംസുൽ ഉലമൻ്റെ ആൾക്കാരാണ്. ശംസുൽ ഉലമൻ്റെ വാല് പോലും ഈ നമുക്ക് കണ്ടിട്ടില്ല. ശംസുൽ ഉലമനെ കണ്ടിട്ടില്ല. ശംസുൽ ഉലമൻ്റെ പരിപാടിയിൽ ഹയാത്ത് കാലഘട്ടത്തിൽ എവിടെയും പങ്കെടുത്തിട്ടില്ല. ഞങ്ങളുമൊക്കെ സംഘടനക്കാരനേനടോ. ശംസുൽ ഉലമൻ്റെ പരിപാടിയിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എന്തേച്ച് പങ്കെടുക്കാൻ എന്നോട് ആരെങ്കിലും പങ്കെടുക്കണ്ടെന്ന് പറഞ്ഞീനോ? എന്തേച്ച് പങ്കെടുക്കരുന്നത്? എന്നിട്ട് ഇപ്പോൾ ശംസുൽ ഉലമൻ്റെ ആളാണെന്ന് അറിയാം. ഏതുപോലെ ഞാനീ പറഞ്ഞതുപോലെ പ്രസവിച്ച ഉമ്മാനെ തള്ളി പറയാം. ഇപ്പം പഠിച്ചിറങ്ങിയിരിക്കണതൊക്കെ എവിടുന്നാണ്? ഇവന് ഈ പ്രസംഗിക്കാനുള്ള കഴിവെവിടുന്നേ കിട്ടിയത്? ഇവന് മന്ദിക്ക് പോകാൻ പാടില്ല, എങ്കിലും മന്ദിക്കുപരമായി കൊണ്ട് സംസാരിക്കാനുള്ള കഴിവെവിടുന്നേ കിട്ടിയത്? ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എവിടുന്നേ കിട്ടിയത്? അതൊക്കെ കാന്തപുരത്തിൻ്റെ അടുത്തുനിന്ന്. ഏതുപോലെ ഉമ്മാൻ്റെ അടുത്ത് ഉമ്മ പ്രസവിച്ചു മല കൊടുത്ത പോലെ. എന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയാം ഇനി അതിനോട് തള്ളുക. ഒന്നിനകത്ത് നടക്കാനായപ്പോൾ, മണ്ടാനും ഓടാനൊക്കെ ആയപ്പോൾ, അങ്ങാടിക്കൊക്കെ പോകാനായപ്പോൾ ഇനിയിപ്പോൾ ഉമ്മ വേണ്ട, ഉമ്മാൻ്റെ ഉമ്മ മതി. ശംസുൽ ഉലമനെ കാന്തപുരം മുസ്താദ് തള്ളി പറഞ്ഞിട്ടില്ല. അവിടെ ചെറിയൊരു സല്ലാത്ത് വന്നപ്പോൾ അതിൽ നിന്ന് മാറി നിന്നതാണ്. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അതെല്ലാവർക്കും അറിയാം. ഉസ്താദും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്, അണികളും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇജ് പറഞ്ഞുകൊണ്ട് നടക്കണ മാതിരി ചിലപ്പോൾ പല ചൂടന്മാരും പലതും പറയും. ആ പറയുന്നതിനൊക്കെ ഞങ്ങൾക്ക് മൗലൽ ആലം അല്ലെങ്കിൽ മൗലൽ ആലിം രണ്ടും ഞങ്ങൾ പറയും. പേരോട് ഉസ്താദ്, ആ പേരോട് ഉസ്താദ്
ഞങ്ങളെ ഏത് പ്രഭാഷകരാണെങ്കിലും പ്രസംഗിച്ചു പോന്നോടുത്ത് അവിടെ തെറ്റായൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും ഞങ്ങൾ പേരോട് ഉസ്താദ്. എത്ര കൂറ്റമ്പാറ ഉസ്താദ് പറഞ്ഞു കൊടുത്ത് പരസ്യമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ട് എന്തേണ്ടായി? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. കുറ്റമ്പാറ ഉസ്താദ് അത് പൊന്നുപോലെ സ്വീകരിച്ചു ആ ഉപദേശങ്ങൾ. അതാണ് ഞങ്ങൾക്ക് പേരോട് ഉസ്താദ്. അത് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഉപദേശങ്ങൾ അപ്പോൾ പറഞ്ഞു തരും ചെയ്യും. എന്നിട്ട് അവരൊക്കെ ഇവർക്ക് ഒതുക്കി കിട്ടണം, ഒതുങ്ങി നിൽക്കണം. നടക്കൂല മോനെ, ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല, ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. അങ്ങനെ അപ്പോൾ എന്നിട്ട് ശംസുലുലമൻ അങ്ങനെ പറഞ്ഞിട്ട് ശംസുലുലമൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ, വല്യമാൻ്റെ ആൾക്കാരാണ്. വല്യമാനെ സ്നേഹിച്ചു നടക്കണമാതിരി ഇവിടെ വല്യമാനെയും സ്നേഹിക്കണം, ഉമ്മാനെയും സ്നേഹിക്കണം, വല്യമാനെയും സ്നേഹിക്കണം, എല്ലാം സ്നേഹിക്കണം. ആദ്യം ഒന്നാമത് സ്നേഹം കൊടുക്കേണ്ട ആർക്കാണ്? സ്വന്തം പെറ്റമ്മാക്ക്. എന്നിട്ട് വല്യമാനെ സ്നേഹിക്കണം. എന്നതുപോലെ ഇവിടെ സ്നേഹിക്കേണ്ടത് ആരെയാണ്? സ്വന്തം ഉസ്താദിനെ. എന്നിട്ട് ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകണം. നമ്മളൊരു ഗ്ലാസ് ചായ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഉസ്താദും ഉണ്ട്, ഉസ്താദിൻ്റെ ഉസ്താദും ഉണ്ട്, ഉസ്താദിൻ്റെ ഉസ്താദും ഉണ്ട്. എല്ലാ ഉസ്താദുമാരുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ അദബ് ആർക്കാ ചായ കൊടുക്കേണ്ടത് ആദ്യം എന്നറിയോ? നമ്മളെ പഠിപ്പിച്ച ഉസ്താദ് അവിടെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മളെ ഉസ്താദിന് ചായ കൊടുക്കണം. ആദ്യം കൊടുക്കേണ്ടത് നമ്മളെ ഉസ്താദിനാ. എന്നിട്ട് ഉസ്താദിന് നമ്മൾ കൊടുക്കണം. ആ സമയത്ത് ഉസ്താദിൻ്റെ സമ്മതത്തോടു കൂടെ കൊടുക്കുകയാണെന്ന് വെച്ചാൽ കൊടുക്കാം. നമ്മൾ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉസ്താദിന് കൊടുക്കണം. നമ്മൾ കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ ഉസ്താദിന്, എന്നിട്ട് മറ്റേ ഉസ്താദിന്. ആ സമയത്ത് നമ്മൾ ഉസ്താദ് പറയാണ് അവിടെ കൊടുക്കുമെന്ന് പറയുകയാണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. മനസ്സിലായ? അതാണ് അതബ്. അതിനൊക്കെ വിട്ടിട്ട് വേറെ കോലത്തിലേക്ക് നൗഷാദെ ഇജും എൻ്റെ കൂട്ടരും നീങ്ങിക്കഴിഞ്ഞാൽ ഇത് ലോകത്തിന് അംഗീകരിക്കാൻ കഴിയടാ. ഇത് ലോകത്തിന് അംഗീകരിക്കാൻ കഴിയോ? അതുകൊണ്ടാണ് കുഞ്ഞേമത് ഇങ്ങനെ തെറ്റ് വിളിച്ചു പറയണത്. അരപ്പത്തനുണ്ടെങ്കിൽ ഇറങ്ങിയടാ പുറത്ത്. അതാ കേട്ടോളിഞ്ഞി ഓൻ പറയുന്നത്. നിങ്ങളിങ്ങനെ ഈ സൈബർ പോരാളികൾ എന്നുള്ള പേരില് വാട്സപ്പിൽ ഇരുന്നിട്ട് മോങ്ങിയാ പോരടാ. ഏരപ്പത്തരുണ്ടെങ്കിൽ ഇറങ്ങും പുറത്തേക്ക്, ഏരപ്പത്തരുണ്ടെങ്കിൽ ഇറങ്ങും പുറത്തേക്ക്, ഏരപ്പത്തരുണ്ടെങ്കിൽ ഇറങ്ങും പുറത്തേക്ക്. ആദ്യം ഞങ്ങൾക്ക് ഉണ്ട് കുഞ്ഞേമേ. അരപ്പത്തരല്ലെങ്കിൽ ഇറങ്ങിയടാ പുറത്ത് നിന്നല്ലോ. അരപ്പത്തരം ഞങ്ങൾക്ക് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങളതിന് വരാത്തത്. ഞങ്ങൾക്ക് അരപ്പത്തരുണ്ട്. ഉണ്ടേ. എന്താ അപ്പോൾ വേണ്ടി പറയണത്? എന്നിട്ട് പറയന്നെ ഇന്നതൊന്നുമില്ല. അങ്ങോട്ട് തൊള്ളയിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നേ. അരപ്പത്തരുണ്ടെങ്കിൽ വരികടാ പുറത്ത്. ഞങ്ങൾക്ക് അരപ്പത്തരുണ്ട്. ഞങ്ങളില്ല കേട്ടോ, ഞങ്ങളില്ല. അരപ്പത്തരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളില്ല മോനെ ദിനേശാ, ഞങ്ങളില്ല. എൻ്റെ പണി നോക്ക്.